സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് 4 വയസ്സുകാരന് പോസിറ്റീവ്. കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ച വോട്ടെണ്ണൽ പൂർത്തിയായി. 12-ൽ 9 സീറ്റുകൾ LDF-ന്, 2 BJP-ക്ക് ജയം. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കോടതിയിലുള്ള കേസുകളിലെ വിധി വന്ന ശേഷം. If the defense minister decides he wants to be prime minister, there's a big problem. There is fear. Why is this fear spreading so deeply? ലോക്സഭയിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. മന്ത്രിമാർ നരേന്ദ്രമോദിയെ പേടിക്കുന്നു, ഭയം ഭരണത്തെ ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി. രാജ്യത്തിൻ്റേത് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയെന്നും വിമർശനം. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് നിരാശ. 10 മീറ്റർ എയർ റൈഫിളിൽ രമിത ജിൻഡാലും അർജുൻ ബാബുദയും പുറത്ത്. ഷൂട്ടിംഗ് മിക്സഡ് ഡബിൾസിൽ വെങ്കല പോരാട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം. ഹോക്കിയിൽ അർജന്റീനയെ സമനിലയിൽ തളച്ച് ഇന്ത്യ. അവസാന മിനിറ്റിൽ ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്. ഷിരൂരിൽ അർജുനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ഇന്ന് പുഴയിൽ തെരച്ചിലില്ല. പരിശോധനയ്ക്കെത്തിയ നാവികസേനാ സംഘം മടങ്ങി. തെരച്ചിൽ നിർത്തരുതെന്ന് കുടുംബവും സംസ്ഥാന സർക്കാരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. വയനാട് മലവെള്ളപ്പാച്ചിൽ. തൃശൂരിൽ വാഴാനി പീച്ചി ഡാം ഷട്ടറുകൾ ഉയർത്തി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് കാരപ്പറമ്പിലെ 4 വയസ്സുകാരനാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയ്ക്കാവശ്യമായ മരുന്ന് ഇന്ന് ജർമ്മനിയിൽ നിന്നും എത്തിക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 14-നാണ് കാരപ്പറമ്പിലെ 4 വയസ്സുകാരനെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനിയും തലവേദനയും ഛർദിയുമായി നഗരത്തിൽ